ത്രേതായുഗത്തിൽ ലങ്കാധിപതി രാവണൻ തന്റെ ശക്തിയുടെ ഉച്ചസ്ഥായിയിലെത്തി നിൽക്കുകയായിരുന്നു. കൈലാസം കുലുക്കിയവനും നവഗ്രഹങ്ങളെ തന്റെ കാൽ കീഴിലാക്കിയവനും ദേവന്മാരെ പോലും ഭയപ്പെടുത്തിയവനുമായ രാവണന്റെ മനസ്സിൽ ഒരു പുതിയ മോഹം നാമ്പിട്ടു. കാലത്തെയും മരണത്തെയും സ്വന്തം വരുതിയിലാക്കുക. അതിനുവേണ്ടി അവൻ തിരഞ്ഞെടുത്ത മാർഗം അനന്തമായ ശക്തിയുടെയും ഭക്തിയുടെയും കേന്ദ്രമായ കാശിയായിരുന്നു. എന്നാൽ കാശിക്ക് ഒരു കാവൽക്കാരനുണ്ടായിരുന്നു. മഹാദേവന്റെ രൗദ്രഭാവമായ കാലത്തെ പോലും നിയന്ത്രിക്കുന്ന കാൽഭൈരവൻ. ആ കാൽഭൈരവനെ വശത്താക്കുക എന്നതായിരുന്നു രാവണന്റെ പുതിയ ലക്ഷ്യം. ഒരു അർദ്ധരാത്രിയിൽ രാവണൻ തന്റെ താന്ത്രിക വിദ്യകളുടെയും അഹങ്കാരത്തിന്റെയും മൂടുപടവുമായി കാശിയുടെ ഭ്രാന്ത പ്രദേശങ്ങളിലെ ശ്മശാന ഭൂമിയിലേക്ക് കടന്നു ചെന്നു. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഇരുണ്ടുകൂടി. കാറ്റിന് വല്ലാത്തൊരു ഗന്ധം. നിശബ്ദതയെ ഭേദിച്ച് രാവണൻ തന്റെ താന്ത്രിക മന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉരുവിട്ടു തുടങ്ങി. അവന്റെ വാക്കുകൾക്ക് മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. ഓരോ മന്ത്രത്തിലും ശ്മശാനത്തിലെ ചിതകൾ ആളിപ്പടർന്നു. മരങ്ങൾ ഭയന്നു വിറച്ചു. ആകാശത്ത് മിന്നലുകൾ വെട്ടി. രാവണൻ തന്റെ 10 തലകളാലും ലോകത്തെ വിറപ്പിക്കാൻ കെൽപ്പുള്ള ആ താന്ത്രിക യജ്ഞം പൂർത്തിയാക്കി കാലഭൈരവനെ വിളിച്ചു വരുത്താൻ തുടങ്ങി. എനിക്ക് വഴങ്ങാത്ത ഒരു ശക്തിയും ഈ ലോകത്തില്ല. കാശിയുടെ കാവൽക്കാരനാണെന്ന് പറയുന്ന ഈ കാലഭൈരവനും എന്റെ വിദ്യയ്ക്ക് മുന്നിൽ തലകുനിക്കും. രാവണന്റെ അഹങ്കാരം ആ രാത്രിയിൽ കാശിയുടെ മണ്ണിൽ അലയടിച്ചു. പെട്ടെന്ന് ഭൂമി കുലുങ്ങാൻ തുടങ്ങി. ആകാശത്ത് നിന്ന് ഭയങ്കരമായ ഇടിനാദം മുഴങ്ങി. ശ്മശാനത്തിലെ നായകൾ കൂട്ടമായി ഓരിയിട്ടു. അവയുടെ കണ്ണുകൾ ചുവന്ന നിറമായി മാറി. ഘോരമായ കാറ്റിനൊപ്പം കറുത്ത പുകമണ്ഡലങ്ങൾ രൂപപ്പെട്ടു. ആ പുകപടലങ്ങൾക്കിടയിൽ നിന്ന് ഇരുട്ടിനെ കീറിമുറിച്ച് കാൽഭൈരവൻ പ്രത്യക്ഷപ്പെട്ടു. കറുത്തിരുണ്ട ശരീരം, കഴുത്തിൽ തലയോട്ടികളുടെ മാല, ഭയാനകമായ രൂപം, കയ്യിൽ ത്രിശൂലവും ധണ്ടും. മൂന്നാം കണ്ണ് ജ്വലിക്കുന്നു. കണ്ടാൽ ഭീകരമെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ ശാന്തതയും നിറഞ്ഞിരുന്നു. കാലഭൈരവന്റെ വരവോടെ ലോകം നിശ്ചലമായെന്ന് തോന്നി. രാവണൻ അല്പമൊന്ന് പകച്ചെങ്കിലും അവന്റെ അഹങ്കാരം അവനെ പിന്നോട്ട് വലിച്ചിരുന്നില്ല. വരൂ കാശിയുടെ കാവൽക്കാര, എന്റെ ശക്തിക്ക് മുന്നിൽ തലകുനിക്കാൻ സമയമായി, രാവണൻ ഉറക്കെ പറഞ്ഞു. തുടർന്ന് രാവണൻ തന്റെ 10 തലകളിൽ നിന്ന് ഓരോ സമയം താന്ത്രിക ശക്തികളാൽ അസ്ത്രങ്ങൾ കാലഭൈരവന് നേരെ തൊടുത്തുവിട്ടു. അവ അഗ്നികളായും മാരക വിഷമായും ഇരുണ്ട ഊർജ്ജ രൂപങ്ങളായും കാലഭൈരവന് നേരെ പാഞ്ഞെടുത്തു. സാധാരണക്കാർക്ക് ഒരു നിമിഷം പോലും താങ്ങാൻ കഴിയാത്തത്ര ഭീകരമായിരുന്നു ആ ആക്രമണം. എന്നാൽ കാലഭൈരവൻ ഒരു ചെറു പുഞ്ചിരിയോടെയാണ് അതിനെ നേരിട്ടത്. ആ ചിരിയിൽ പ്രപഞ്ചത്തിന്റെ കാലതീതമായ ശക്തി നിറഞ്ഞിരുന്നു. രാവണന്റെ അസ്ത്രങ്ങൾ കാലഭൈരവന്റെ അടുത്തെത്തിയതും അവ അന്തരീക്ഷത്തിൽ ഒരു പുകയായി മാറി. രാവണന്റെ എല്ലാ വിദ്യകളും ഒരു കുട്ടിയുടെ കളിപ്പാട്ടം പോലെ നിഷ്പ്രഭമായി. ഒടുവിൽ ശക്തി ക്ഷയിച്ചു തളർന്ന രാവണന് നേരെ കാലഭൈരവൻ തന്റെ ദണ്ഡ് ഉയർത്തി. ആ ദണ്ഡ് തൊടുക പോലും ചെയ്യാതെ തന്നെ രാവണന്റെ അഹങ്കാരവും താന്ത്രിക സിദ്ധികളും നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി. 10 തലകളും താഴ്ത്തി ഭയത്തോടെ നിൽക്കുന്ന ഒരു സാധാരണക്കാരനായി മാറി രാവണൻ. രാവണ, കാലഭൈരവന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. വിദ്യ നിന്റെ പക്കലുണ്ട്, പക്ഷേ അഹങ്കാരം നിന്നെ നശിപ്പിക്കും. കാലത്തെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിയുകയില്ല. കാലത്തിന് നീ മാത്രമാണ് അടിമ. അഹങ്കാരം തകർന്ന രാവണൻ കാലഭൈരവന്റെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. ശക്തിയേക്കാൾ വലുത് ഭക്തിയും വിനയവുമാണെന്ന് അന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രപഞ്ച നിയമങ്ങൾക്ക് മുന്നിൽ അഹങ്കാരം നിലനിൽക്കില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ രാത്രിയിൽ കാലഭൈരവന്റെ ചിരി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കാലഭൈരവന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം കാൽഭൈരവായ നമഃ.